അടുത്ത ജയസൂര്യൻ 3 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. താങ്കൾ ആ 3 മിനിറ്റിനകത്ത് മറുപടി പറയണം. എന്തായാലും സമരത്തെ തളർത്താനുള്ള മാർഗങ്ങൾ ആരായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ ഇവരെ ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യത അത് തെളിയുന്നില്ല. ഈ 3 ദിവസം കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റ് പോകും. അങ്ങനെ ഒരു നിഗമനത്തിലാണ് സർക്കാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൊഴിലാളികളോടും ഉദ്യോഗാർത്ഥികളോടും അങ്ങേയറ്റം പ്രതിബദ്ധതയും കടപ്പാടുമുള്ള ഒരു ഗവൺമെന്റാണിത് എന്ന് ശ്രീ മുജീബ് റഹ്മാൻ ആവർത്തിച്ച് പറയുമ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു സമയക്കുറവ് കൊണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് 46,000 പേരായിരുന്നു. ആ 46,000 പേരിൽ നിന്ന് നിയമനം ലഭിച്ചത് കേവലം 6,000 പേർക്ക് മാത്രമാണ്. 40,000 പേരുടെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായി. ഒന്നാം പിണറായി സർക്കാരിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും ഒടുവിലുള്ള ബജറ്റ് അവതരിപ്പിക്കുന്ന ബാലഗോപാലൻ കഴിഞ്ഞ തവണ നിയമസഭയിലെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വസ്തുതയുണ്ട്. ഞങ്ങൾ ഇതുവരെ സ്ഥിര നിയമനം നടത്തിയത് 8,428 പേരെയാണ്. അതുകൂടാതെ 3,640 പേരെ താൽക്കാലികമായി നിയമിച്ചു എന്ന് പറഞ്ഞു. ഈ താൽക്കാലികമായി നിയമിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ ഈ പറഞ്ഞ അനവധിയെ പോലെ ഡിഗ്രി റാങ്ക് ഹോൾഡർ, PG റാങ്ക് ഹോൾഡറെയൊക്കെ പുറത്തു നിർത്തിയിട്ട് പിൻവാതിലിൽ കൂടി വേണ്ടപ്പെട്ടവരെ കാശു മേടിച്ച് നിയമിച്ചതിന്റെ പേരാണല്ലോ ഈ താൽക്കാലിക നിയമനം. ഈ താൽക്കാലിക നിയമനം വർഷങ്ങൾ കഴിയുമ്പോൾ സ്ഥിര നിയമനമായി മാറും. താൽക്കാലിക നിയമനക്കാരുടെ യൂണിയൻ ഉണ്ടാക്കും, താൽക്കാലിക നിയമനക്കാരെ കൊണ്ട് സമരം ചെയ്യിക്കും. താൽക്കാലിക നിയമനക്കാരെ സ്ഥിരപ്പെടുത്തുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്ന, ഡിഗ്രിക്കും PGക്കും ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നവര് റാങ്ക് ലിസ്റ്റിൽ കയറിക്കൂടിയവർ ഔട്ടാകും. അതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 46,000 പേരുടെ റാങ്ക് ലിസ്റ്റിൽ 40,000 പേര് ഔട്ടായത്. ഇപ്പോൾ ഇവിടെ ധനകാര്യമന്ത്രി ബാലഗോപാലൻ പറഞ്ഞത് 8,428 പേരെ ഞങ്ങൾ നിയമിച്ചു, 36,400 പേരെ ഞങ്ങള് താൽക്കാലികമായി നിയമിച്ചു. ഈ താൽക്കാലിക നിയമനം എന്ന് പറയുന്നതിനെയാണ് പിൻവാതിൽ നിയമനം, പാർട്ടി നിയമനം, പണത്തിനുള്ള നിയമനം എന്ന് പറയുന്നത്. ഞാൻ ഈ വസ്തുതകൾ മുന്നോട്ട് വെച്ചത് അനവധിയെ പോലെയുള്ള നിഷ്കളങ്കരായ കുട്ടികൾ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കൊണ്ടാണ്. ഈ കഴിഞ്ഞ കാല 2 അനുഭവങ്ങൾ ഞാൻ മുന്നോട്ട് വെച്ചത് കേരളം മനസ്സിലാക്കേണ്ട വസ്തുതകളാണ്. ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട വസ്തുതകളാണ്. തരിമ്പും ദയയില്ലാത്ത, യാതൊരു മാനുഷിക പരിഗണനയുമില്ലാത്ത ഈ ഭരണകൂടം ഇവരുടെയൊക്കെ ചോര കണ്ടാൽ പോലും, ചോരയല്ല മരണം കണ്ടാൽ, അസ്ഥികൂടം കണ്ടാൽ പോലും മനസാക്ഷി ചലിക്കാത്തവരാണ് എന്നുള്ളതാണ് നാളിതുവരെയുള്ള അനുഭവം. പിന്നെ എങ്ങനെയാണ് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുക എന്ന ചോദ്യം മാത്രമാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്.